എവിടെയാണിനി പുതിയ എവിടെയാണിനി ഉണരുന്നരുതുന സൂര്യമുഖം ഇനി ഒരു പുതിയ മുഖം ഈ വരുന്ന 16-ാം തീയതി എന്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി. ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ പേഴ്സണലി സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ഈ ഒരുപാട് നടീനടന്മാരും 2 വലിയ കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ 2 ലേശം കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി ഗ്യാരണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഓഫ് കോഴ്സ് യു ഇൻവൈറ്റഡ് എവരിബഡി ടു തിയേറ്റേഴ്സ് ഓൺ May 16. അതൊരു പക്ഷേ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലേ? ട്രെയിലറിന്റെ എൻഡിൽ രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു റെപ്ലിക്ക ആയിട്ട് കൈ ചൂണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. സോ രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ്, അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരെയും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാവോ പ്ലീസ്? ഈ വരുന്ന 16-ാം തീയതി എന്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അളിയൻ സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ. കിളിപോയ മറ്റേ അളിയനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ പൃഥ്വിരാജിനോടൊപ്പം ഹോംലി സ്റ്റാർ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. ഹോംലി സ്റ്റാറിന്റെ സെലിബ്രേഷൻ നോക്കൂ. ഒരു താരത്തിലും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഹോംലി സ്റ്റാർ, ഹായ് അളിയൻ, കിളിപോയ അളിയൻ. യെസ്, എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ? ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലേ? ആളെ കണ്ടാൽ തന്നെ നമ്മൾ ചിരിക്കും. ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മൾ ചിരിക്കും. ഇവിടെ എന്തോ കൗണ്ടർ വന്നാൽ ഞാൻ കേട്ടില്ല. ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൺ സപ്പോർട്ടാണ്. ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൺ സപ്പോർട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല, സത്യമായിട്ട് ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞുരാമായണം എന്ന് പറയുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ദീപുവാണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത് E4 എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ് ബോയ്, അഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് ആഷിഖ്, ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ, രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. May 16-ാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം. അളിയന്മാരിൽ ഏറ്റവും കിളിപോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും? ആനന്ദ് ഓർ കൂടുതൽ കിളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പൊ അത് ഇപ്പൊ പറയണ്ടല്ലോ. ലിറ്ററലി മാലാഖ എന്ന് പറഞ്ഞപ്പോ ഒരു ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് നിഖില എന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, സോ നിഖിലയുടെ മുഖം ഇപ്പോൾ ചൊളിയുന്നത് കാണാം. ബിക്കോസ് എവറിബഡി കമന്റ്സ് യു ആസ് ദി തഗ് ക്വീൻ അല്ലേ? യെസ്, ആ ഒരു എക്സ്പ്രഷൻ തന്നെ പിന്നെയും തഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ എൻ്റെ വൻ വിലയിരുത്തലായിരുന്നു. ആൻഡ് ഓൾസോ കമന്റ് സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ്. ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദാറ്റ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട്. എൻ്റെയും അനശ്വരയുടെയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു
കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക. ജയ ജയ ഹേക്ക് ശേഷം ബിപിൻ ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ കൂടെയും ബേസിലേട്ടൻ്റെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷനാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. എല്ലാവരും മെയ് 16 തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ചെറിയ സിനിമയാണ്, ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം, അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടി, അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം. കുട്ടിയില്ലാത്തൊരു സിനിമ ഉണ്ടോ മലയാളത്തിൽ നിന്ന്? സോ ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് സക്സസ് ഹിറ്റുകൾ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനശ്വര നല്ലൊരു കാര്യം നൽകി തന്നെ. അപ്പൊ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് കല്യാണ പെണ്ണിലും ചെക്കനിലും ആയിരിക്കും അല്ലേ? ആൻഡ് ഓഫ് കോഴ്സ് ബേസിലേട്ടൻ്റെ ആണോ? ബേസിൽ ജയ് 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 ഹേയില് നമുക്കറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി, കുറേ ഇടിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും, ഹൗ വിൽ, കഥ പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഹൗ വാസ് യു കോംബോ വിത്ത് ബേസിലേട്ടൻ ആൻഡ് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ കുറച്ച് കൂടിപ്പോയി, എത്രയൊന്നും ഇൻട്രോ ആവശ്യം എനിക്കില്ലായിരുന്നു. അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന്. നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരമ്പലം നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്കിപ്പം 16-ാം തീയതി സിനിമ റിലീസാണ്. എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് 16 ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആകാംക്ഷയുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് യെസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നൗ കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിന് കേൾക്കാൻ താല്പര്യം ബേസിലിന്റെ പാട്ടാണ്. എനിക്ക് ആക്ച്വലി ബേസിലിന്റെ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലാസ്റ്റ് കേട്ടോ, അതുകൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം. ബേസിലേട്ടന്റെ പാട്ട് ഉണ്ടായിരിക്കും. 2 പാട്ട് വരെ താങ്ങില്ല. ഇല്ലില്ല, എന്നാ 2 പേരുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സൂപ്പർ ആയിരിക്കും. ബേസിലേട്ടൻ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. എന്താണ് കാണേ കാണേ കൺമൂടുന്നതാ, കേൾക്കേ കേൾക്കേ കാതുണരും രോദനമെന്നോ, ദൂരെ ദൂരെ സാന്ത്വനം മൃദു സാന്ത്വനം എന്നെവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി പുതിയ ഇനിയൊരു പുതിയ മുഖം. രാജുവേട്ടാ, ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ബേസിലേട്ടന്റെ പുതിയ മുഖം അതൊന്നുകൂടെ. ഓക്കെ, യെസ്, കം ഓൺ. ഒരു സാന്ത്വനം, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം, ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി ഉണരുന്നൊരു സൂര്യമുഖം. ഇനി ഒരു പുതിയ മുഖം, പുതിയ മുഖം. ഇനിയൊരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ മുഖം എന്ന് പാടിയത്. കാണിക്കുന്നു മറ്റേ സെയിം ഡയലോഗ്. നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം. നമ്മൾ എല്ലാവരും ആക്ഷൻ കാണിക്കുന്നു. അപ്പൊ ഈ വരുന്ന മെയ് 16-ാം തീയതി ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് എന്റെ പെങ്ങടെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.